കഥ മഴനൂൽ കിനാവ്. നിങ്ങൾ ഈ ഇറയത്തിങ്ങനെ മഴയുടെ വരവും കാത്തിരുന്നോ? ഞാനും പിള്ളേരും കിടക്കുവാണേ. തൻ്റെ പ്രിയ പത്നി തന്നോട് ആ പറയുന്നതോ, അവർ പുറംവാതിൽ ചാരി അകത്തേക്ക് കയറുന്നതോ സംസാരിക്കുന്നതോ ഒന്നും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഏറെ പ്രിയപ്പെട്ട മഴയുടെ വരവും കാത്ത് ആ ചെറു വരാന്തയുടെ സോഫയിൽ ചാരിയിരിക്കുകയായിരുന്നു അയാൾ. ആ സമയത്ത് അപ്പോൾ താനാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പുറത്തുനിന്ന് മഴയുടെ വരവ് അറിയിച്ചുകൊണ്ടുള്ള തണുത്ത കാറ്റ് ആ വീടിൻ്റെ ഇറയത്തേക്ക് അരിച്ച് കയറി. ആകാശത്തിന് കറുത്ത സുന്ദരിയുടെ നിറമായിരുന്നു. കുട്ടിപ്രായം മുതൽ തന്നെ അയാൾക്ക് ഏറെ ഇഷ്ടമുള്ള തൻ്റെ പ്രിയ അമ്മ വീടിനും പരിസരത്തിനും സമീപം ഒരു ചെറു ഭവനം. ചിത്രകഥകളിലൊക്കെ കണ്ട് മറന്നതുപോലൊരു കുഞ്ഞു വീട്, മുറ്റത്ത് ഒരു ചെറിയ ഉദ്യാനം, സഞ്ചരിക്കാൻ ഒരു ചെറു വാഹനം, എല്ലാം കൊണ്ടും അയാൾ സന്തുഷ്ടനായിരുന്നു. കൂടെ രാമന് സീത എന്ന പോലെ ഒരു സഹധർമ്മിണി, പാലിൻ്റെ നിറമുള്ള മുടി കൊമ്പ് കെട്ടിവരുന്ന 2 സുന്ദരിമണികൾ. ദൈവത്തിന് നന്ദി, അതാ മഴ എത്തിപ്പോയി. ആ സ്ഥിരം താളത്തിൽ ആദ്യം പേരിന് 1-2 തുള്ളികൾ, പിന്നീട് ഒരു ചെറിയ അറപ്പിന് ശേഷം ഒരു മനോഹര ഗാനം തുടങ്ങുന്നത് പോലെ മഴ. അതെ, നമുക്ക് ആ വാഷിംഗ് മെഷീൻ കൂടി പൊക്കി ആ അടുക്കളയുടെ സ്ലാബിൽ വെച്ചാലോ? എന്താ? ഭാര്യയുടെ ആ ചോദ്യത്തിന് പെട്ടെന്ന് ഒരു ഉത്തരം പറയാനാകാതെ അയാൾ ഒരു പൊട്ടനെ പോലെ തലയാട്ടി. പിന്നീട് യാന്ത്രികമെന്നോണം അയാളും ഭാര്യയും മൂത്ത കുട്ടിയും കൂടി ഏതാണ്ട് എല്ലാ സാധനങ്ങളും അവിടെ കണ്ട ഉയർന്ന ഭാഗങ്ങളിലാക്കി. കൊച്ചുമകൾ അപ്പോഴും ഒരു ചെറിയ പിണക്കത്തോടെ മാറി സോഫയിൽ ഇരുന്നു. പിന്നീട് അയാൾ ആ കൊച്ചു കുടുംബത്തോടൊപ്പം തൻ്റെ വെള്ളം കയറിയ ഭവനം പൂട്ടി പുറത്തേക്കിറങ്ങി. കൊച്ചുമകൾ ഒക്കത്തും മൂത്ത മകളെ തൻ്റെ വലത് കൈയിലും പിടിച്ച് വീടിൻ്റെ മുന്നിൽ കണ്ട ആൾക്കൂട്ടത്തിനൊപ്പം അയാൾ നടന്നു. വർഷങ്ങളായി അടുത്തടുത്ത് താമസിച്ചിട്ടും ഇന്ന് വരെ പരസ്പരം മുഖത്ത് നോക്കാത്ത അയൽപക്കക്കാരെ അയാൾ അന്നാണ് അടുത്ത് കണ്ടത്. അവരിൽ പലരും അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. സർക്കാർ അറിയിപ്പ് പ്രകാരം അടുത്ത് തന്നെയുള്ള ഒരു സർക്കാർ വക UP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. താനും കുടുംബവും ആദ്യമായാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്നത്. ആ വലിയ ജനക്കൂട്ടത്തിനൊപ്പം അയാളും കുടുംബവും കുറച്ച് ഉയരത്തിലായി കണ്ട ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നടന്നു കയറി. വെളിച്ചം അല്പമെങ്കിലും കടന്നു വരുന്ന ഒരു ക്ലാസ് മുറിയിലേക്കാണ് അയാൾ കുടുംബസമേതം പോയത്. കുട്ടികൾ രണ്ടും വളരെ കൗതുകത്തോടെ ആ ക്ലാസ് മുറിയിലെ അവിടെ കണ്ട ഒരു ബെഞ്ചിൽ ഇരുന്നു. അയാൾ ആ ക്ലാസ് മുറിയിലെ കുറച്ചു മാറി ജനാലിക്കൽ പോയി നിന്നുകൊണ്ട് അകലെയായി കണ്ട ഉയരം കൂടിയ കുന്നിൻ മുകളിലേക്ക് നോക്കി നിന്നു. പിന്നെയും നിരവധി കുടുംബങ്ങൾ ആ വിദ്യാലയ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവിടെ അപ്പോൾ ചില ചെറുപ്പക്കാർ രാഷ്ട്രീയം മറന്ന് നിറം മറന്ന് അവിടെ കൂടിയ ജനങ്ങൾക്ക് വേണ്ട ആഹാരം പാചകം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അടുത്തടുത്ത് താമസിച്ചിട്ടും ഇന്നുവരെയും ഒരു വാക്കുപോലും മിണ്ടാത്ത തൻ്റെ അയൽവാസികൾ, അതിൽ പല സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും തൻ്റെ ശ്രീമതിയോട് സംസാരിക്കുന്നതും തൻ്റെ കുഞ്ഞുങ്ങളോട് കുശലം പറയുന്നതും അയാൾ കണ്ടു. ഇപ്പോൾ ദുരിത മുഖങ്ങൾക്ക് ഇങ്ങനെയും ചില നല്ല വശങ്ങളും കാട്ടിത്തരാനാകും എന്ന് അയാൾ ആശ്വസിച്ചു. തൻ്റെ അയൽവാസികളിൽ ഒരാൾ അവിടെ കണ്ട പള്ളിക്കൂടത്തിൻ്റെ ശൗചാലയത്തിൻ്റെ വൃത്തിഹീനാവസ്ഥയെക്കുറിച്ച് ഉച്ചത്തിൽ പറഞ്ഞ് വാചാലനാകുന്നുണ്ടായിരുന്നു. ആ വിദ്യാലയമുറ്റത്തെ അടുപ്പ് കൂട്ടിയ പാചകപ്പുരയുടെ ഓരം പറ്റി അയാൾ അവിടെ കണ്ട ബെഞ്ചിലിരുന്നു കൊണ്ട് വീണ്ടും പലതും ചിന്തിച്ചെടുത്തു. പെട്ടെന്ന് അവിടേക്ക് ഒരു ആൾക്കൂട്ടം ഒരു മനുഷ്യരൂപത്തെ കസേരയിൽ ഇരുത്തപ്പെട്ട നിലയിൽ കൊണ്ടിരുത്തി. അത് ഒരു 70 വയസ്സെങ്കിലും കഴിഞ്ഞ വയോധികയായിരുന്നു. ചിലർ അവരെ കണ്ട് പരിഹാസരൂപേണ വായ്പുത്തി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ പരിഹാസ ചിരികളിലും സംസാരങ്ങളിൽ നിന്നും അയാൾ ചിലത് വായിച്ചു. തൻ്റെ അയൽവാസികളായ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു കൂട്ടം പച്ച പരിഷ്കാരികളുടെ ദൈവമാണോ തൻ്റെ മുന്നിൽ ഇരിക്കുന്നത്? അയാൾ ഒരു അത്ഭുത വസ്തുവിനെ പോലെ ആ വയോധികയെ നോക്കി നിന്നു. വിദ്യാലയത്തിന് ഉൾക്കൊള്ളുന്നതിനപ്പുറം ആൾക്കൂട്ടം
ആൾക്കൂട്ടം കൊണ്ട് അവിടമാകെ നിറഞ്ഞു. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും മഴയുടെ ശക്തി കുറഞ്ഞു വന്നു. അപ്പോഴേക്കും അവിടെ കൂടിയ പകുതിയിലധികം പേരും പരസ്പരം പരിചയക്കാരായി മാറി. പക്ഷേ ആൾ ദൈവത്തെ മാത്രം ആരും ശ്രദ്ധിച്ചില്ല. അവിടുത്തെ പാചകപ്പുരയിൽ നിന്നും അവിടെ കൂടിയ എല്ലാവർക്കും കഞ്ഞിയും കട്ടൻ ചായയും ഒക്കെ നൽകുന്നുണ്ടായിരുന്നു. അനുയായികൾ തിരിഞ്ഞു നോക്കാതിരുന്ന ആൾ ദൈവത്തിന് ആരോ കനിഞ്ഞു നൽകിയ കഞ്ഞി ദൈവം കുടിക്കുന്നത് കാണാമായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങി എന്ന് ചിലർ വന്നു പറഞ്ഞു. പലർക്കും ആശ്വാസമായി. പലരും തങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആൾ ദൈവം ഇതൊക്കെ കണ്ട് നിർവികാരതയോടെ അവിടെ തന്നെ ഇരുന്നു. ഏതാണ്ട് പകുതിയോളം ജനങ്ങളും ആ ക്യാമ്പ് വിട്ട് പുറത്തിറങ്ങി. ആൾ ദൈവത്തെ തേടി ആരും അപ്പോഴും വന്നില്ല. അയാളും കുടുംബവും ആ വിദ്യാലയത്തിൽ നിന്ന് യാത്രയായി. ആ യാത്രയിൽ അത്രയും വീട്ടിലെത്തിയിട്ടും അയാൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ആ ആൾ ദൈവത്തെക്കുറിച്ചായിരുന്നു. അതേ, ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങാതെ ദേഹമാകെ മഴച്ചാറ്റടിച്ച ലക്ഷണമുണ്ട്. ഭാര്യ ചിരിച്ചുകൊണ്ട് ആ വീടിൻ്റെ വരാന്തയിൽ ഉറങ്ങുകയായിരുന്ന അയാളെ തട്ടി ഉണർത്തി. അയാൾ തൻ്റെ കിടത്തവും ഉറക്കവും ആ പരിസരവുമൊക്കെ ഓർത്തെടുത്തു. സ്വയം കണ്ണു തിരിഞ്ഞു, പുറംതല തടവി. തൻ്റെ വീടിന് മുറ്റത്ത് കണ്ട ചില ചെടികളും അവിടമാകെ നിലത്ത് വീണ് കിടന്ന പഴുത്തതും പച്ചയുമായ വേപ്പിലകളും ഒപ്പം മറ്റ് വൃക്ഷങ്ങളുടെ ഇലകളും വെള്ളം വറ്റിയ മുറ്റവും ഒക്കെ ഒരുതരം നിരീക്ഷണ ബുദ്ധിയോടെ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. താൻ കാണുന്ന ഇവയൊന്നും താൻ ആ ദുരിതാശ്വാസ ക്യാമ്പിലെ വിദ്യാലയ മുറ്റത്ത് കണ്ടതല്ലേ? അവിടെ ആ മുറ്റത്ത് കണ്ട പഴയ തടിക്കസേരയിൽ അല്ലേ ആൾ ദൈവം ഇരുന്നത്? ഇങ്ങനെ പല പല ചിന്തകൾ അയാളെ പിന്നെയും വേട്ടയാടിക്കൊണ്ടിരുന്നു.